സർക്കാരിന്റെ നേതൃത്വത്തിൽ വലിയ ജനക്ഷേമ പരിപാടികൾ നടക്കുകയാണ്. പക്ഷേ പണ്ടത്തെ പോലെ ജനങ്ങൾ നേരിട്ട് വന്ന് പരാതി ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഭരണാധികാരികളും കൂട്ടരും നേരിട്ട് പോയി പരാതികൾ സ്വീകരിക്കുകയാണ്. എത്ര ജനകീയമായ ഭരണ നിർവഹണമാണ് നടക്കുന്നതെന്ന് ഓർത്തു നോക്കൂ. ജനങ്ങൾക്കിടയിലേക്ക് ശക്തമായി ഇറങ്ങിച്ചെല്ലുകയാണ് ഭരണാധികാരിയും കൂട്ടരും. ആ ഇറങ്ങിച്ചെല്ലലിന്റെ ആഘാതത്തിൽ, ആ ശക്തിയിൽ ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത് 13 മതിലുകളാണ്. ഇടിച്ചു നിരത്തിയ കെട്ടിടങ്ങളും നികത്തിയ പാടങ്ങളും വേറെ കണക്ക്. ഭരണാധികാരിയുടെ വാഹനത്തിന് സഞ്ചരിക്കാൻ വഴി വെട്ടിയതായിരുന്നു. ഈ മതിലുകൾ പുനർനിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പും നൽകിയതുമാണ്. പക്ഷേ നാളിതുവരെയായിട്ടും മതിലിന്റെ പണിയൊന്നും ആരംഭിച്ചിട്ടില്ല. ചില മതിലുകൾ പ്രതിഷേധിച്ചും ചില മതിലുകൾ രാഷ്ട്രീയം പറഞ്ഞും നടന്നു. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. ഏതായാലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഭരണാധികാരിയുടെ വാഹനത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചിരിക്കുന്ന ആ മതിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് പാലക്കാടാണ്. ഗവൺമെന്റ് നെന്മാറ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലും പടിയും പൊളിച്ചു നീക്കിയിട്ട് ഇപ്പോൾ 11 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പുനർനിർമ്മിക്കാൻ ആയിട്ടില്ല. ഏറ്റവും കുറഞ്ഞത് 25,000 രൂപയെങ്കിലും ചെലവ് വരും. അടുത്തത് എറണാകുളത്താണ്. 3 ഇടങ്ങളിലാണ് എറണാകുളത്ത് മതിലുകൾ പൊളിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലമായ പറവൂർ ഗവൺമെന്റ് സ്കൂളിൽ മതിൽ പൊളിക്കുന്നതിനെതിരെ UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി രംഗത്ത് വന്നിരുന്നതാണ്. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. അവിടെ തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് മതിൽ പൊളിച്ചത്. പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സംഘാടക സമിതി പൊളിച്ച ഭാഗം കെട്ടിയും കൊടുത്തു. പേടിയുണ്ട്, അതുകൊണ്ടാണ്. പിന്നീട് കോതമംഗലത്ത് പൊളിച്ച മതിൽ പ്രവേശന കവാടമായി ഉപയോഗിക്കാനാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം. പെരുമ്പാവൂരിലാണെങ്കിൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായി തകർന്ന മതിൽ പൊളിക്കുന്നതിൽ നഗരസഭയും എൽദോസ് കുന്നപ്പള്ളി MLAയും പ്രതിഷേധിച്ചെങ്കിലും മതിൽ പൊളിക്കുകയായിരുന്നു. പുനർനിർമ്മിക്കുന്നതിന് SSI ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപ അനുമതിയും നൽകിയിട്ടുണ്ടായിരുന്നു. അടുത്തത് മലപ്പുറമാണ്. 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതിലുകളാണ് പൊളിച്ചത്. അതിൽ ഒരെണ്ണം കെട്ടിക്കൊടുത്തു. ബാക്കി 2 എണ്ണം ഇപ്പോഴും പെൻഡിംഗ് ആണ്. അതിൽ ഒരു മതിൽ പൊളിച്ചത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സംഘാടക സമിതി പിറ്റേ ദിവസം തന്നെ കെട്ടിക്കൊടുക്കുകയായിരുന്നു. പിന്നീട് മഞ്ചേരിയിൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൈതാനത്തിന്റെ മതിലാണ് 3 മീറ്ററോളം പൊളിച്ചത്. അതാണെങ്കിൽ ഇതുവരെ കെട്ടിക്കൊടുത്തിട്ടുമില്ല. കോട്ടക്കൽ സദസ്സ് നടന്ന ആയുർവേദ കോളേജിന്റെ മതിൽ 5 മീറ്ററോളം പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതുവരെയും കെട്ടിക്കൊടുത്തില്ല. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 3 മതിലുകളാണ് 8 മീറ്റർ വീതം പൊളിച്ചിരുന്നത്. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ 34 മീറ്ററും പൊളിച്ചു. പിന്നീട് ആലപ്പുഴയിലേതാണ്. ആലപ്പുഴ മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ മൈതാനത്തെ വേദിക്ക് സമീപം നവകേരള ബസ് എത്തുന്നതിനായാണ് സ്കൂൾ കവാടം പൊളിച്ച് വീതി കൂടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ തള്ളിയതാണ്. എന്നാൽ ഏതോ അജ്ഞാതർ വന്ന് ആ മതിലും പൊളിച്ചു നീക്കി. അത് ആരാണെന്ന് ഒരു അറിവുമില്ല. അടുത്തത് കോട്ടയമാണ്. HSS വളപ്പിന്റെ മതിൽ 10-15 അടിയോളം നീളത്തിൽ വെട്ടിപ്പൊളിച്ചിരിക്കുകയായിരുന്നു. മൈതാനത്തിന്റെ കവാട നവീകരണത്തിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 25 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. പിന്നെ പാമ്പാടി ഗ്രാമപഞ്ചായത്ത് മൈതാനത്തിന്റെ ചുറ്റുമതിൽ 14 അടിയോളം പൊളിച്ച് വടിവെട്ടിരിക്കുകയാണ്. ഇതൊന്നും പോരാതെയാണ് സ്കൂൾ കുട്ടികളെ കൊണ്ട് തെരുവുകളിലും റോഡുകളിൽ നടത്തുന്ന നൃത്യ പരിപാടികളും. നാട് മുഴുനീള വിമർശനം ഉയർന്നിട്ടും ഭരണാധികാരിയും പ്രവർത്തകരും ഇപ്പോഴും ജൈത്രയാത്ര തുടരുകയാണ്. ആരെങ്കിലും ഒന്ന് എതിർത്താൽ അവർക്കെതിരെ കേസാണ്. അതുകൂടാതെ DYFI പ്രവർത്തകരുടെയും CPM പ്രവർത്തകരുടെയും വക പ്രത്യേക പരിചരണവും. ഓരോ കോണിലും DYFI പ്രവർത്തകരെയും CPM പ്രവർത്തകരെയും ഭയന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ നടക്കുന്നത്. ചെടിച്ചെടി കൊണ്ട് തലക്കടിക്കുക, എടുത്ത് കനാലിലേക്ക് ഇറങ്ങിയ തുടങ്ങിയ കാര്യപരിപാടികൾ വേറെയുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഒരു ഉട്ടേപ്യൻ കഥ കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ടാകാം. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നത് ഇങ്ങ് കേരളത്തിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും കൂടി ജനക്ഷേമ യാത്രയ്ക്ക്, അതായത് ഒരു നവകേരള സദസ്സ് സംഘടിപ്പിച്ചതിനെ തുടർന്നുള്ള പരിപാടിയെക്കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞത്.